നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൺമുന്നിലുണ്ടായിരുന്ന ഒരാളെ തേടിയാണോ ഞാൻ ഇത്രയും നാൾ അലഞ്ഞത്? ഇത്രയും നാളായിട്ടും എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ഇതാണ് എന്റെ നിത്യമെങ്കിൽ ഇന്നത് ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. നിന്നെ തെരഞ്ഞ ആരാടി വരുന്നത്? സമാധാനായിട്ട് എവിടെ ജീവിക്കുന്നത്? ആ സമാധാനം തകർക്കാൻ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു കയറിയത് നീയാ. എനിക്ക് നിങ്ങളെയല്ല കാണേണ്ടത്, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച മകനെയോ അരിയെ. എവിടെയായാലും അവൻ എന്നെ കൊണ്ട് ചെയ്യിച്ചെന്നു. അതെ, അയാള് ചെയ്യിച്ചത് തന്നെയാ. ഈ ലോകത്തൊരാളും അയാളെക്കാൾ മികച്ചതാവുന്നത് അയാൾക്ക് സഹിക്കില്ലല്ലോ. അസൂയ അയാൾക്ക്. ഒരാള് നന്നാവരുതെന്ന വാശിയ. റാസ്കൽ. ഹരിമോനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ ഒന്നാളെ ഞാൻ. എന്റെ പേര് നീ വിളിച്ചു പോകരുത്. നിന്റെ നാവിന്ന് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. നിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ മറന്നു കളഞ്ഞതാ. പക്ഷേ ഒരു നാട് മുഴുവൻ ഓർക്കുന്ന എന്നെ മറക്കാൻ ഇങ്ങനെ പറ്റും ഹരിയേട്ടാ? ഇന്നത്തെ ഈ ചടങ്ങ് കഴിഞ്ഞാ തന്റെ ഉറക്കം നഷ്ടപ്പെടും. വീണ എന്ന സെലിബ്രിറ്റി തന്റെ ഉറക്കം കെടുത്തു. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ വില എന്താണെന്ന്. നിന്റെ വിലയും വിലയില്ലായ്മയൊക്കെ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞതാ. നിനക്ക് കിട്ടിയ പുതിയ ലോകത്ത് നീ റാണിയായിട്ടോ മഹാറാണിയായിട്ടോ ഭരിച്ചും കൽപ്പിച്ചൊക്കെ നടന്നോ? അത് കണ്ട് ഹരിക്ക് അസൂയ തോന്നില്ല. നിന്നെ പോലുള്ളവരുടെ വാഴ്ചയും വീഴ്ചയൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. എത്ര നാൾ നീ നിലനിൽക്കുമെന്ന് നമുക്ക് നോക്കാം. നിന്റെ അച്ഛൻ നിന്റെ മുഖത്തേക്ക് ഒരു ചെരിപ്പറിഞ്ഞു. നിനക്കത് നാണക്കേടായി തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ആ ചെരുപ്പ് വന്ന് വീഴാനുള്ള യോഗ്യത പോലും നിന്റെ മുഖത്തിനില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നീ മനസ്സിലാക്കിക്കോ. അമ്മാവ, ഫംഗ്ഷൻ തുടങ്ങാറായി മാഡം. അവര് രണ്ടുപേരെ എനിക്കറിയാം. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. എന്തിനാ മാഡം ആ കുടുംബത്തെ എങ്ങനെ ഉപദ്രവിക്കുന്നത്? നമ്മുടെ പഴയ കാലം നമുക്ക് മറക്കാൻ പറ്റുമോ? നിന്നെന്താ എല്ലാരും പത്മ ടീച്ചർ എന്ന് വിളിക്കുന്നേ? നിന്റെ പേര് നിത്യ എന്നല്ലേ? നീ എന്താ പറഞ്ഞത്? പഴയ കാര്യങ്ങൾ മറക്കാൻ പാടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നിന്റെ പഴയ പേര് നിത്യ എന്നല്ലേ? അതെങ്ങനെയാ മറന്നേ? ഒളിച്ചോടാനും വേറെ പേര് സ്വീകരിക്കാനും നിനക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുമ്പോഴാണ് കുഴപ്പം. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. കേട്ടോടി നിത്യേ.
മുത്തശ്ശി ഇവിടെ ആരാ ഉണ്ടായിരുന്നത്? ആരാ പാടിയത്? അത് നിത്യമോളാ. അന്ന് ഞാൻ പറഞ്ഞില്ലടാ, വീണയുടെ കൂടെ ഇവിടെ വന്ന പെങ്കൊച്ച് നല്ല മോളാ. ഈശ്വര, വീണയ്ക്ക് നാട്ടിൽ വെച്ച് പരിചയമുള്ള നിത്യ. അപ്പൊ ഞാൻ കത്തയച്ചിരുന്നതും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നതും ഈ നിത്യയാണോ? എന്റെ മനസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരന് അങ്ങയുടെ മധുരനമ്പരക്കാറ്റ് 7 നാളുകളായി എന്റെ കൂടെ തന്നെയുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെ എന്റെ സന്തോഷങ്ങളിൽ അങ്ങയുടെ വരികൾ എനിക്ക് കൂട്ടാവാറുണ്ട്. കൺമുന്നിലുണ്ടായിരുന്ന ഒരാളെ തേടിയാണോ ഞാൻ ഇത്രയും നാൾ അലഞ്ഞത്? ഇത്രയും നാളായിട്ടും എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ഇതാണ് എൻ്റെ നിത്യയെങ്കിൽ ഇന്നത് ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. നിന്റെ കത്തുകൾ വായിക്കുമ്പോൾ, നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാറ്റെന്നെ തഴുകി കടന്നു പോകാറുണ്ട്. നീ തന്നെയാണ് നിത്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.